ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഹരി ഓം. ഹരി ഓം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായസേദേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ദിവസവും പല പരിപാടികളും രാവിലെ നേരങ്ങളിലുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള മീറ്റിങ്ങുകൾ. മിനിഞ്ഞാന്ന് പിന്നെ തൃശ്ശൂർ ഭാഗവത സത്രത്തിലെ പരിപാടി എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിലും പല തിരക്കുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ തുടരാം. അപ്പോൾ ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 70-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗം കുറച്ച് കാണാനുണ്ട്. നമുക്ക് 22-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 70-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം മുതൽക്ക്, ആ ദൂതൻ വരുന്നത് മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ സപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. തത്രൈകഃ പുരുഷോ രാജൻ ആഗതോ അപൂർവദർശനഃ വിജ്ഞാപിതോ ഭഗവതേ പ്രദീഹാരൈഃ പ്രവേശിതഃ. സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിഃ രാജ്ഞാമാവേദയദ്ദുഃഖം ജരാസന്ധനിരോധജം. യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയയുർനൃപാഃ പ്രസഹ്യ രുദ്ധാസ്തേനാസൻ അയുതേ ദ്വേ ഗിരിവ്രജേ. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥഗ്ദിയഃ. ലോകോ വികർമ്മ നിരതകുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ. യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ലോകേ ഭവാൻ ജഗതിനഃ കലയാവതീർണഃ സദ്രക്ഷണായ ഖലനിഗ്രഹണായ ചാന്യഃ. കശ്ചിത് ത്വദീയമതിയാതി നിദേശമീശ കിം വാ ജനഃ സ്വകൃതമൃച്ഛതി തന്ന വിദ്മഃ. സ്വപ്നായിദം നൃപസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മൃതകേന ധുരം വഹാമഃ. ഹിത്വാ തദാത്മനി സുഖം ത്വദനീഹ ലഭ്യം ക്ലിശ്യാമഹേ അതികൃപണാഃ തവ മായയേഹ. തന്നോ ഭവാൻ പ്രണതശോകഹരാംഗ്രിയുഗ്മോ ബദ്ധാൻ വിയുങ്ക്ഷ്വ മഗധാഹ്വയ കർമ്മപാശാത്. യോ ഭൂഭുജോ അയുധമതംഗജ വീര്യമേകോ ബിഭ്രത്രുരോധ ഭവനേ മൃഗരാടിഭാവീഃ.
യോ വൈ ത്വയാ ദ്വിനവകൃത്വ ഉദാത്തചക്ര ഭഗ്നോ മൃതേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സകൃതൂഢദർപ്പോ യുഷ്മത് പ്രജാരുജതി നോജിത തദ്വിദേഹി. ദൂത ഉവാച ഇതിമാഗത സംവൃദ്ധാ ഭവദ്ദർശനകാംക്ഷിണഃ പ്രപന്നാഃ പാദമൂലം തേ ദീനാനാം സംവിധീയതാം. ശ്രീശുക ഉവാച രാജദൂതേ ബ്രുവത്യേവം ദേവർഷിഃ പരമദ്യുതിഃ ബിഭ്രത്പിംഗജടാഭാരം പ്രാദുരാസീത് യഥാ രവിഃ. തം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ സർവലോകേശ്വരേശ്വരഃ വവന്ദ ഉത്തിതശീർഷ്ണാ സസഭ്യ സാനുഗോ മുദാ സഭാജയിത്വാ വിധിവത് കൃതാസനപരിഗ്രഹം ബഭാഷേ സൂനൃതൈർവാക്യൈഃ ശ്രദ്ധയാ തർപ്പയൻ മുനിം. അഭിസ്വിത് അദ്യ ലോകാനാം ത്രയാണാം അകുതോ ഭയം നനു ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണഃ. നഹി തേ അവിദിതം കിഞ്ചിത് ലോകേഷു ഈശ്വരകർത്തൃഷു അത പൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. ശ്രീനാരദ ഉവാച ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരത്യയാ മായാ വിഭോ വിശ്വസൃജശ്ച മായിനഃ ഭൂതേഷു ഭൂമൻ ചരതസ്വശക്തിഭിഃ വന്നേരിവച്ഛന്നരുചോ നമേദ്ഭുതം. തവേഹിതം കോർഹതി സാധു വേദിതും സ്വമായയേദം സൃജതോ നിയച്ഛതഃ യദ്വിദ്യമാനാത്മതയാവഭാസത്തെ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനി. ജീവസ്യ യഃ സംസരതോ വിമോക്ഷണം ന ജാനതോനർത്ഥവഹാത് ശരീരതഃ ലീലാവതാരൈ സ്വയശ പ്രദീപകം പ്രാജ്വാലയത്വാ തമഹം പ്രപദ്യേ. അദാപ്യാശ്രാവയേ ബ്രഹ്മ നരലോകവിഡംബനം രാജ്ഞഃ പൈതൃശ്വസേയസ്യ ഭക്തസ്യ ച ചികീർഷിതം. യക്ഷ്യതി ത്വാം മഘേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ട്യകാമോ നൃപതിഃ തദ്ഭവാൻ അനുമോദതാം. തസ്മിൻ ദേവ ക്രതുവരേ ഭവന്തം വൈസുരാദയഃ ദിദൃക്ഷവഃ സമേഷ്യന്തി രാജാനശ്ച യശസ്വിനഃ. ശ്രവണാത് കീർത്തനാദ്യാനാത് പൂയന്തേ ദേവസായിനഃ തവ ബ്രഹ്മമയസ്യേഷ കിമുദേക്ഷാഭിമർശിനഃ. യസ്യാമലം ദിവി യശഃ പ്രതിദം രസായാം ഭൂമൗ ച തേ ഭുവനമംഗള ദിഗ്വിതാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ജാതോ ഗംഗേതി ചേഹ ചരണാംബുപുനാദി വിശ്വം. ശ്രീശുക ഉവാച തത്ര തേഷ്വാത്മപക്ഷേഷു അഗൃണൽ സുവിജിഗീഷയാ വാജപേശൈ സ്മയൻ ഭൃത്യം ഉദ്ധവം പ്രാഹ കേശവഃ. ശ്രീഭഗവാനുവാച ത്വം ഹി നഃ പരമം ചക്ഷുഃ സുഹൃന്മന്ത്രാർത്ഥതത്വവിത് തദാത്ര ബ്രൂഹ്യനുഷ്ഠേയം ശ്രദ്ധദ്മഃ കരവാമ തത്. ഇത്യുപമന്ത്രിതോ ഭർത്രാ സർവജ്ഞേനാഭിമുഗ്ധവത് നിദേശം ശിരസാധായ ഉദ്ധവഃ പ്രത്യഭാഷത. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഭഗവദ്യാനവിചാരേ സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 70-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇതിപ്പോൾ ഇന്ന് അവസാന ഭാഗമാണ് 70-ാം അധ്യായം. അതിൽ ആദ്യത്തെ ഒരു
10-15 ശ്ലോകങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 20 എന്ന് തന്നെ കണക്കാക്കാം, 20 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ നിത്യ കർമ്മനിഷ്ഠയെ വിശദമാക്കി. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനിക്കുന്നത് മുതൽക്ക് സുധർമ്മയിലേക്ക് അദ്ദേഹം വന്ന് എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട് ആ സുധർമ്മ സഭയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള രംഗം വരെ വർണ്ണിച്ചു. അതിനുശേഷം ആ സഭയിൽ നേരം പോക്കുകളും അല്ലെങ്കിൽ എന്തെങ്കിലും രാജ്യകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പുരുഷൻ അവിടേക്ക് വന്നു, ഒരു ദൂതൻ വന്നു, മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ദൂതൻ എന്ന് പറഞ്ഞു. ദ്വാരപാലകന്മാർ അവിടെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ആ ദുഃഖത്തെക്കുറിച്ച് ഭഗവാനെ അറിയിച്ചു. ആ ജരാസന്ധൻ ദിഗ്വിജയത്തിൽ ബന്ധിച്ചതായിട്ടുള്ള തങ്ങളുടെ കഥയെല്ലാം പറഞ്ഞു. ഈ ലോകം അവരവരുടെ കുശലകർമ്മങ്ങളിൽ പ്രവർത്തിക്കാതെ പ്രമാദം ബാധിച്ച് വികർമ്മങ്ങളിൽ നിരതരായിരിക്കുന്നു. അങ്ങ് ഉപദേശിച്ചതായിട്ടുള്ള ധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല, അങ്ങയെ പൂജിക്കുന്നില്ല. അങ്ങനെയുള്ള മൂഢന്മാർ അവരുടെ ജീവിതാശ ബലമായിരിക്കുമ്പോൾ തന്നെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരെ ഭഗവാൻ കാലസ്വരൂപനായി അനിമിഷനായി അപഹരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള കാലസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ഈ ലോകത്തിൽ അങ്ങയുടെ കല കൊണ്ട് അവതരിക്കുന്നത് സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാനുമായിട്ടാകുന്നു. ഏതൊരുവനാണോ അങ്ങയുടെ നിർദ്ദേശങ്ങളെ അതിക്രമിക്കുന്നത് അവന് അർഹിക്കുന്നതായിട്ടുള്ള ശിക്ഷ ഭഗവാൻ തന്നെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈശ്വരന് തുല്യനായി മറ്റൊരാൾ ഭൂമിയിൽ ഭഗവാന്റെ ആജ്ഞകളെ അതിക്രമിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മം അതിൻ്റെ ഫലം ലഭിക്കുമോ എന്നുള്ള സംശയവും കൂടെ പ്രകടിപ്പിക്കുന്നു. വാസ്തവത്തിൽ രാജപദവി എന്ന് പറയുന്നത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. പരതന്ത്രമായിട്ടുള്ള സ്വപ്ന സമാനമായിട്ടുള്ളൊരവസ്ഥ മാത്രമാണ്. എപ്പോഴും ഭയം കൂടെയുണ്ട്. ആ ഭയത്തിന് കാരണമായിട്ടുള്ള മൃതകേന അഥവാ ശരീരേണ ദുരം വഹാമഹ, ഞങ്ങൾ ഭാരം വഹിക്കുകയാണ്. അങ്ങനെയുള്ള ഞങ്ങൾ എന്താ പറയുക, അനീഹന്മാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള സുഖം ലഭിക്കാതെ ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാണ് അതികൃപണന്മാരായിട്ടുള്ളവർ. എന്നാൽ സന്യാസിമാരും ജ്ഞാനികളുമെല്ലാം അനുഭവിക്കുന്നതായിട്ടുള്ള ആത്മസുഖം ലഭിക്കാതെ അതികൃപണന്മാരായി ക്ലേശിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങയുടെ മായ കൊണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അങ്ങ് പ്രണതന്മാരുടെ ശോകഹരൻ ആണല്ലോ, അങ്ങനെയുള്ള പാദകമലങ്ങളോട് കൂടിയവനാണല്ലോ. മാഗതൻ എന്നു പേരുള്ള കർമ്മപാശത്തിൽ നിന്ന് ഞങ്ങളെ ബദ്ധരായിരിക്കുന്ന ഞങ്ങളെ മോചിപ്പിച്ചാലും ഏതൊരുവനാണോ അയുതമതങ്കജ വീര്യ 10,000 ആനയുടെ ശക്തിയുള്ളവനായിട്ടുള്ളവൻ ഏകനായി ഭൂഭുജോ രുരോധ, രാജാക്കന്മാരെ തടഞ്ഞു വച്ചിരിക്കണു, കാരാഗൃഹത്തിൽ അടച്ചിരിക്കണു. ഒരു സിംഹം ആടുകളെ തടഞ്ഞു വെച്ചിരിക്കും പോലെ മൃഗരാടിവ ആവീഹി. അപ്പോൾ അങ്ങ് അവനെ 17 പ്രാവശ്യം പരാജയപ്പെടുത്തിയതാണ്. എങ്കിലും അവസാനത്തെ 18ാമത്തതിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ലോകത്തിൽ തന്നെ തന്നെ പ്രശംസിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടിയവനായി അങ്ങയുടെ പ്രജകളെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക്
സുഖം നൽകിയാലും ഞങ്ങളെ മോചിപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ആ പ്രാർത്ഥന, രാജാക്കന്മാരുടെ പ്രാർത്ഥന ദൂതൻ വന്ന് അറിയിച്ചു. അങ്ങനെയുള്ള ദൂതവാക്യം പറഞ്ഞുകൊണ്ടിരിക്കെ സാക്ഷാൽ ദേവർഷിയായ നാരദ മഹർഷി അവിടെ പ്രാദുർഭവിച്ചു. മുമ്പിലേക്ക് പ്രത്യക്ഷമായ ആ സഭയിലേക്ക് വന്നു. സർവലോകേശ്വരേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ കണ്ട് വേഗം ചാടി എഴുന്നേറ്റ് ശിരസ്സുകൊണ്ട് വന്ദിച്ചു. തൻ്റെ അനുഗന്മാരോടും സഭയിലുള്ള ആളുകളോടും കൂടി വിധിപ്രകാരം നാരദ മഹർഷിയെ സൽക്കരിച്ചു. അദ്ദേഹത്തിന് ആസനം മുതലായതൊക്കെ നിവേദ്യാദികളൊക്കെ ചെയ്തു. എന്നിട്ട് മൃദുവായ വാക്യങ്ങളെ കൊണ്ട് കുശലപ്രശ്നാദികൾ ചെയ്യുകയാണ്, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട്. ലോകങ്ങൾക്കെല്ലാം കുശലം തന്നെയല്ലേ, സുഖം തന്നെയല്ലേ, ഒരിടത്തു നിന്നും ഭയമൊന്നും ഇല്ലല്ലോ. അങ്ങ് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങയിൽ നിന്ന് ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ അറിയാനും കഴിയുമല്ലോ. അങ്ങ് അറിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ഈശ്വര നിർമ്മിതമായിട്ടുള്ള ഈ ലോകത്തിൽ അങ്ങ് എല്ലായിടത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, പാണ്ഡവന്മാരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദ്രപ്രസ്ഥത്തുനിന്ന് വരികയാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാർ എന്തെല്ലാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരവിടെ സുഖമായിരിക്കുന്നുവോ എന്ന് തങ്ങളുടെ അച്ഛൻ്റെ സഹോദരിയായ കുന്തിദേവിയുടെ മക്കളായ പാണ്ഡവന്മാരെക്കുറിച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ നാരദനോട് ചോദ്യം ചെയ്തു. ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇനി നാരദ മഹർഷി യുധിഷ്ഠിരന്റെ രാജസൂയ യാഗം ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 37-ാം ശ്ലോകം മുതൽ. ശ്രീനാരദ ഉവാച ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരത്യയാ മായാ വിഭോ വിശ്വസൃജശ്ച മായിനഃ ഭൂതേഷു ഭൂമൻ ചരതസ്വശക്തിഭിഃ വന്നേരിവ ഛന്നരുചോ നമേ അത്ഭുതം. ശ്രീനാരദ ഉവാച ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരത്യയാ മായാ വിഭോ വിശ്വസൃജശ്ച മായിനഃ ഭൂതേഷു ഭൂമൻ ചരതസ്വശക്തിഭിഃ വന്നേരിവ ഛന്നരുചോ നമേ അത്ഭുതം. എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദ്യം ചോദിച്ചതിനെ നാരദൻ പറയണം, ഇതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിലും വലിയ അത്ഭുതം ഞാൻ മുമ്പ് കണ്ടിരുന്നു, അങ്ങയുടെ മായ. അല്ലേ, നമ്മൾ മുമ്പ് കണ്ട അധ്യായങ്ങളിൽ നാരദ മഹർഷി 69-ാം അധ്യായത്തിൽ നാരദ മഹർഷി ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം കാണാൻ ചെന്നിരുന്നു. അപ്പോൾ അവിടെ 16,000 ഗൃഹങ്ങളിലും ഭഗവാൻ സാന്നിധ്യം ചെയ്തുകൊണ്ട് ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെയൊക്കെ ജീവിക്കണോ അതെല്ലാം കാണിച്ചു തരുന്നതായിട്ടുള്ള അത്ഭുത ലീല കണ്ട് പരതന്ത്രനായി തീർന്ന, പരവശനായി തീർന്ന ആ നാരദ മഹർഷി ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് പോയതെല്ലാം നമുക്കറിയാം. അപ്പോൾ അത് കണ്ട എനിക്ക് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഒരു അത്ഭുതമൊന്നുമല്ല എന്നാണ് പറയുന്നത്. അതാണ് ഹേ വിഭോ എന്ന് ഭഗവാനെ വിളിക്കണം. സർവവ്യാപിയായിരിക്കുന്നവനെ, എന്തും ചെയ്യാൻ സാമർഥ്യമുള്ളവനെ. വിശ്വസൃജഃ മായിനഃ സ്വശക്തിഭിഃ ഭൂതേഷു ചരതഃ വന്നേഹ ഇവ ഛന്നരുചഃ തേ ദുരത്യയാ മായാ മയാ ബഹുശഃ ദൃഷ്ട മേ ന അത്ഭുതഃ. അപ്പോ വിശ്വസൃജഃ മായിനഃ, വിശ്വസൃഷ്ടാവായ ബ്രഹ്മാവിന്റെ നേർക്കും മായ പ്രയോഗിച്ചവനായ അങ്ങയുടെ ബ്രഹ്മമോഹന ലീല ഓർമ്മിക്കുക. അപ്പോൾ വിശ്വസൃഷ്ടാവായ ബ്രഹ്മാവിനെ മോഹിപ്പിച്ചവനായ അങ്ങയുടെ എന്ന് ഇവിടെ അങ്ങനെയും എടുക്കാം. അല്ലെങ്കിൽ വിശ്വത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവനായ മായാവിയായ അങ്ങയുടെ എന്ന് ആ അർത്ഥത്തിലും
ഇതേ വാക്കുകളെ വ്യാഖ്യാനിക്കാം. വിശ്വസൃജത്തെ, വിശ്വസൃഷ്ടാവായ അങ്ങയുടെ, മായിനഹത്തെ, മായാവിയായ അങ്ങയുടെ എന്നും, സ്വശക്തിഭിഹി ഭൂതേഷു ചരതഃ, സ്വന്തം ശക്തികളെ കൊണ്ട് ഭൂതങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നവനും, ഭഗവാന്റെ തന്നെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, എല്ലാ ശക്തികളും ചിത്ശക്തി എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ശക്തി തന്നെയാണ് ഈ ചരാചരങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നത്, ജീവനായി ചൈതന്യമായി ഒക്കെ വ്യാപിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് അല്ലേ? ഭൂതൈർ മഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ സേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ. ഷോഡശാത്മകഃ എന്ന് ഭഗവാനെ പറഞ്ഞു. ഏതാ ഷോഡശാത്മകൻ? ഈ 16 തത്വങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ഒരു അന്ധക്കരണം, അതിനെ ചേർത്താണ് 16 എന്ന് പറയുന്നത്. 16 കലകളായി പ്രകാശിക്കുന്നവൻ ഭഗവാന്റെ അംശങ്ങളാണ് ഈ 16. അപ്പോ അങ്ങയുടെ ശക്തികളെ കൊണ്ട് എല്ലാ ഭൂതങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവനും, വന്നേഹേ ഇവ ചന്നരുജഃ തേ, വന്നി അഗ്നി എല്ലാ ഭൂതങ്ങളിലും ഉണ്ട്, സകലയിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് അഗ്നി. പക്ഷെ അതിൻ്റെ രുചി ഛന്നമായിരിക്കുന്നു, അതിൻ്റെ കാന്തി, അതിൻ്റെ പ്രകാശം പ്രകടിപ്പിക്കാതിരിക്കുന്നു. എല്ലായിടത്തും അഗ്നി മറഞ്ഞിരിക്കുകയാണ്. അഗ്നിയെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്, അഥവാ ആവഹിക്കുമ്പോൾ മാത്രമാണ് അത് പുറത്തേക്ക് പ്രകാശിക്കുക. അല്ലാത്തിടത്തോളം കാലം അഗ്നി ശാന്തമായി ആ ഭൂതങ്ങളിലൊക്കെ അല്ലേ വ്യാപിച്ച് ഉള്ളിൽ വസിക്കുകയാണ്, പ്രകാശിക്കുന്നില്ല. അപ്പം അതുപോലെ അങ്ങും ചന്നരുചനാണ്. അങ്ങയുടെ കാന്തി പ്രകാശിക്കാതെ എല്ലാ ചരാചരങ്ങളിലും അങ്ങ് അന്തര്യാമിയായി മറഞ്ഞിരിക്കുന്നു. അപ്പോൾ വന്നേരിവ ചന്നരുചഹത്തെ, അങ്ങനെ സർവവ്യാപിയായിരിക്കുന്ന അങ്ങയുടെ മായാ ബഹുശഃ ദൃഷ്ട, ഞാൻ പല പ്രാവശ്യം കണ്ടിരിക്കുന്നു. മേന അത്ഭുതം, എനിക്ക് ഒരത്ഭുതവുമില്ല ഇപ്പൊ അങ്ങ് ഈ ചോദിച്ച ചോദ്യം കൊണ്ട് എനിക്കൊരത്ഭുതവുമില്ല എന്ന് താല്പര്യം. അപ്പോൾ ഇതിനേക്കാൾ എത്രയോ വലിയ മായയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരമെല്ലാം ചെയ്യുന്ന മായാനാഥനായ അങ്ങയുടെ ലീല. ബ്രഹ്മദേവനെ പോലും മോഹിപ്പിച്ച മായാവിയാണ് അങ്ങ്. അതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് അത്ഭുത കാരണമല്ല. ദൃഷ്ടാമയാ തേ ബഹുശോ ദുരത്യയാ മായാ വിഭോ വിശ്വസൃജശ്ച മായിനഃ ഭൂതേഷു ഭൂമൻ ചരതസ്വശക്തിഭിഃ വന്നേരിവ ഛന്നരുചോ നേദ്ബുധം തവേഹിതം കോർഹതി സാധു വേദിതും സ്വമായയേദം സൃജതോ നിയച്ഛതഃ യദ്വിദ്യമാനാത്മതയാവഭാസത്തെ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനേ. സ്വമായയാ ഇദം സൃജതഃ നിയച്ഛതഃ തവ ഈഹിതം സാധു വേദിതും കഃ അർഹതി. സ്വമായയാ, അങ്ങയുടെ തന്നെ മായാശക്തി കൊണ്ട്, ഇതം സൃജതഃ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനായ അങ്ങയുടെ, നിയച്ഛതഃ, ഇതിനെ അടക്കുകയും അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അടക്കുന്നവനുമായിട്ടുള്ള തവ ഈഹിതം, അങ്ങയുടെ പ്രവൃത്തിയെ, അങ്ങയുടെ ഇച്ഛയെ, സാധുവേദിതും കഹ അർഹതി, അതിനെ നന്നായി ഉള്ളതുപോലെ അറിയാൻ ആരാണ് ശക്തനാവുന്നത്, ആർക്കാണ് അതിനുള്ള കഴിവുള്ളത്? അപ്പോൾ അങ്ങയുടെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രവൃത്തികളുടെ രഹസ്യത്തെ, താല്പര്യത്തെ നല്ലപോലെ ഉള്ളതുപോലെ അറിയാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം. ആരാണ് അറിയാൻ ശക്തനാവുന്നത് എന്ന് ചോദിക്കുന്നതിലൂടെ. യത് വിദ്യമാനാത്മതയാ അവഭാസത്തെ സ്വവിലക്ഷണാത്മനേ
തസ്മൈ തേ നമഃ. യത് വിദ്യമാനാത്മതയാ അവഭാസത്തെ. യത് ഏതൊരു വിശ്വം എന്നർത്ഥം. അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകം. യത് സൃഷ്ടം ത്വയാ എന്നർത്ഥം. വിദ്യമാനാത്മതയാ അവഭാസത്തെ. വിദ്യമാനാത്മതയാ എന്നുള്ള വിദ്യമാനം ഉള്ളത്, കാണപ്പെടുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പൊ കാണപ്പെടുന്നത് പോലെ, അതിന്റെ സ്വരൂപം ഉള്ളതാണ് എന്ന് തോന്നും പോലെ, സത്യം എന്ന പോലെ അവഭാസത്തെ. എത്ര ത്രിസർഗോമൃഷ. ആ വരികളുടെ അർത്ഥമാണത്. എത്ര ത്രിസർഗോമൃഷ. സത്യം പരം ധീമഹി എന്നുള്ള ആ ധ്യാന ശ്ലോകത്തിലെ എത്ര ത്രിസർഗ അമൃഷ. ഏതൊന്നിൽ ഈ കാണപ്പെടുന്ന 3 പ്രകാരത്തിലുള്ള സൃഷ്ടികളെല്ലാം ഉള്ളതുപോലെ തോന്നുന്നു. അമൃഷ, മൃഷയല്ലാതെ തോന്നുന്നു. എന്തുകൊണ്ടാണ് എല്ലാം ഉള്ളതായിട്ട് തോന്നുന്നത്? ഉള്ളതായിട്ടുള്ള ഒരു വസ്തു ഉള്ളത് കൊണ്ട് തന്നെ, അല്ലേ? അത്യന്തം ഇല്ലാത്തതല്ല ഈ ലോകം. ഈ ലോകം ഉള്ളതിൻ്റെ മുകളിൽ തെറ്റിദ്ധരിച്ച് ആരോപിക്കപ്പെട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് അതുള്ളതായി തോന്നുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ ഒരു കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കണമെങ്കിൽ അവിടെ കയറ് വേണം. കയറല്ലെങ്കിൽ കയറിനെ പോലെ പാമ്പിൻ്റെ ആകൃതിയുള്ള എന്തെങ്കിലും ഒരു വസ്തു വേണം. ഒരു വസ്തു ഇല്ലാതെ വെറുതെ ശൂന്യതയിൽ പാമ്പ് എന്ന് കാണില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ തെറ്റിദ്ധരിക്കാൻ വഴിയുള്ളൂ. തീയില്ലാതെ പുകയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കാരണമില്ലാതെ കാര്യം ഇല്ല. അപ്പോൾ അവിടെ കാരണമായിരിക്കുന്നത് ആരാണ്? സത്തായിരിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനിൽ കാര്യമായ ഈ പ്രപഞ്ചം ആരോപിതം മാത്രമാണ്, ഭഗവാനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ തെറ്റിദ്ധാരണയിലാണ് എല്ലാ പരിണാമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് വാസ്തവത്തിൽ ഒരു പരിണാമവുമില്ല. സ്വർണം എപ്പോഴും സ്വർണമായി തന്നെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ ബുദ്ധിയിലോ സ്വർണം മാലയാകുന്നു, മാലയെ ഒരുക്കി വളയാക്കുന്നു, വളയെ ഒരുക്കി കമ്മലാക്കുന്നു, കമ്മലിനെ ഒരുക്കി പാദസരമാക്കുന്നു. പരിണമിക്കുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ പരിണമിക്കുന്നു. മുമ്പേ ഇരുന്ന പോലെയല്ല ഇപ്പം ഇരിക്കുന്നത്. മാല വളയായി, വള കമ്മലായി, കമ്മൽ പാദസരമായി. എന്നാൽ യഥാർത്ഥത്തിൽ പരിണാമം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ സ്വർണത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിങ്ങളതിൻ്റെ ബാഹ്യ രൂപത്തെ, പ്രകടന ഭാവത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി എന്നേ ഉള്ളൂ. ഷെയ്പ്പ് ഒന്ന് മാറ്റി. യഥാർത്ഥത്തിൽ സ്വർണം പരിണമിക്കാതെ സ്വർണമായി തന്നെ ഇരിക്കുകയാണ്. ആ സ്വർണത്തിൽ ആരോപിക്കപ്പെട്ടതാണ് മാലയും വളയും കമ്മലുമെല്ലാം. അതുപോലെ ഈ ജഗത്ത് ആ ഭഗവാന് യാതൊരു പരിണാമവുമില്ലാതെ ഭഗവാൻ ഭഗവാനായി തന്നെ ഇരിക്കുന്നു, ഏകമായി തന്നെ ഇരിക്കുന്നു. എങ്കിലും നമ്മുടെ അജ്ഞത കൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ കൊണ്ട്, നമ്മുടെ ത്രിഗുണങ്ങളെ കൊണ്ട്, മായ കൊണ്ട് നമ്മൾ ഈ നാനാത്വത്തെ കാണുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ ഇവിടെ യത് വിദ്യമാനാത്മതയാ അവഭാസത്തെ. ഏതൊന്ന് കാണപ്പെടുന്ന ഉള്ളതായിട്ടുള്ള വസ്തുവായിട്ട്, സ്വരൂപമായിട്ട് പ്രകാശിക്കുന്നു. വാസ്തവത്തിൽ ആ വസ്തുവാണ് പ്രകാശിക്കുന്നത്. അതിൻ്റെ ആധാരമായ വസ്തുവാണ്, ആശ്രയമായ വസ്തുവാണ് പ്രകാശിക്കുന്നത്. അല്ലാതെ അതിലാരോപിതമായ നാമരൂപങ്ങളല്ല. നാമരൂപങ്ങൾ സ്വയം മിഥ്യയാണ്, ഇല്ലാത്തതാണ്. നാമരൂപങ്ങൾ കൽപ്പിതം മാത്രമാണ്.
വസ്തു മാത്രമാണ് ഉള്ളത്. നാസതോ വിദ്യതേ ഭാവഃ ന അഭാവോ വിദ്യതേ സതഃ. അസത്തായ നാമരൂപങ്ങൾക്ക് വാസ്തവത്തിൽ ഉണ്മയില്ല. ഉള്ളതായിട്ടുള്ള സ്വർണത്തിന്, അധിഷ്ഠാനത്തിന് യാതൊരു മാറ്റവും ഇല്ല, അതിന് നാശം ഇല്ല. അപ്പോ സ്വവിലക്ഷണാത്മനേ തസ്മൈ തേ നമഃ. അപ്പോ അങ്ങയിൽ നിന്ന് വിലക്ഷണമായ സ്വരൂപത്തോടുകൂടിയവനായ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയുടെ സ്വരൂപത്തെ മറച്ച് വിപരീതമായൊരു സ്വരൂപമാണ് അങ്ങ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിദാനന്ദമായിട്ടുള്ള അങ്ങയുടെ സ്വരൂപത്തെ മറച്ചുകൊണ്ട് അസത്തും ജഡവും പരിമിതവുമായിട്ടുള്ള അനന്തത്തിന് പകരം പരിമിതവും, ചിത്തിന് പകരം ചൈതന്യത്തിന് പകരം ജഡവും, സത്യത്തിന് പകരം അസത്തുമായിരിക്കുന്നതായിട്ടുള്ള ആത്മാവാണ് അഥവാ സ്വരൂപമാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരർത്ഥത്തിൽ അങ്ങയുടെ സ്വരൂപം ഇന്നതെന്ന് നിശ്ചയിക്കാൻ പറ്റാത്തവനാണ്. സ്വവിലക്ഷണാത്മനേ, അങ്ങനെയുള്ള തസ്മൈ തേ നമഃ. നിശ്ചയിക്കാൻ പറ്റാത്ത സ്വരൂപത്തോടു കൂടിയവനായ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയിൽ നിന്ന് വിലക്ഷണമായ സ്വരൂപത്തെ സ്വയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനായ അങ്ങയ്ക്ക് നമസ്കാരം. രണ്ടർത്ഥമാണ് സ്വവിലക്ഷണാത്മനേ എന്നുള്ളതിന്. തന്നിൽ നിന്ന് വിലക്ഷണമായ ആത്മാ അഥവാ സ്വരൂപത്തോടു കൂടിയവൻ, തന്നെ മറ്റുള്ളവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവൻ, വേഷം കെട്ടിയിരിക്കുന്നവൻ, നാട്യം അഭിനയിക്കുന്നവൻ എന്നർത്ഥം. ഭഗവാൻ ഇവിടെ വേഷം കെട്ടിയിട്ടാണ് കൃഷ്ണരൂപത്തിലും ഇരിക്കുന്നത്. ഈ ജഗതാകാരമായിരിക്കുന്നതും ഭഗവാന്റെ വേഷമാണ്. അതാണ് ഭഗവാന്റെ വിരാട് പുരുഷൻ എന്നുള്ള വേഷം. വിരാട് പുരുഷ വേഷമാണ് ഈ പ്രപഞ്ചം. അതിൽ തന്നെ വിശേഷമായിട്ടുള്ളൊരു രൂപമാണ് വസുദേവപുത്രൻ, ദേവകീപുത്രൻ എന്നുള്ള കൃഷ്ണ രൂപം. അതും ഭഗവാന്റെ ഒറിജിനൽ രൂപമൊന്നും അല്ല. അത് ഭഗവാൻ ലോകത്തെ കളിപ്പിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി എടുത്ത ഒരു രൂപമാണ്. അതുകൊണ്ട് സ്വവിലക്ഷണാത്മനി. അപ്പോ തവേഹിതം കോർഹതി സാധുവേദിതം സ്വമായേതം സൃജതോ നിയച്ഛതഃ യദ്വിദ്യമാനാത്മതയാവഭാസത്തെ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനേ. അപ്പോൾ നാരദൻ വന്ന കാര്യമൊക്കെ നാരദനേക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണ് ഭഗവാൻ. പിന്നെന്തിനാ ചോദിക്കണത്? അപ്പോൾ അങ്ങ് എന്തൊക്കെയോ കളിക്കാൻ ഉദ്ദേശിക്കുന്നു, നാടകം ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടുള്ള ലീലയാണിതെല്ലാം, മായയാണിതെല്ലാം എന്ന് തന്നെയാണ് നാരദൻ ഉദ്ദേശിക്കുന്നത്. ജീവസ്യ യഃ സംസരതോ വിമോക്ഷണം ന ജാനതോനർത്തവഹാത് ശരീരതഃ ലീലാവതാരൈ സ്വയശഃ പ്രദീപകം പ്രാജ്വാലയത്വാ തമഹം പ്രപദ്യേ. ജീവസ്യ യഃ സംസരതോ വിമോക്ഷണം ന ജാനതോനർത്തവഹാത് ശരീരതഃ ലീലാവതാരൈ സ്വയശഃ പ്രദീപകം പ്രാജ്വാലയത്വാ തമഹം പ്രപദ്യേ. അപ്പോൾ അനർത്ഥവഹാത് ശരീരതഃ വിമോക്ഷണം ന ജാനതഃ സംസരതഃ ജീവസ്യ യഃ ലീലാവതാരൈഃ സ്വയശഃ പ്രദീപകം പ്രാജ്വാലയത് തം ത്വാ അഹം പ്രപദ്യേ. ഇവിടെ ജീവന്മാരൊക്കെ തന്നെ വളരെ അനർത്ഥങ്ങൾ അനുഭവിച്ചുകൊണ്ട്, കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ആ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ രൂപം, ഈ അവതാര ശരീരത്തെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ അവതാരം എന്നുള്ളത്
ജീവന്മാരെ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മേൽപ്പത്തൂരിൻ്റെ കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഗേദാവഹ ജീവഭാജാം ഇത്യേവം ആലോചിതം അജിതമയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപു ഛിദ്രസാർദ്രം നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേരമേരൻ. അപ്പോ അങ്ങയുടെ ഈ സൃഷ്ടിചേഷ്ട എനിക്ക് വളരെ കഷ്ടമായിട്ട് തോന്നിയിരുന്നു. എന്തിനാ ഈ വ്യാപാരം, എല്ലാവരെയും ക്ലേശിപ്പിക്കാൻ വേണ്ടി? ബഹുതര ഭവഗേദാവഹ ജീവഭാജ, ജീവത്വത്തെ സ്വീകരിക്കുന്ന എല്ലാവർക്കും, എല്ലാ ജീവന്മാർക്കും സംസാര ദുഃഖങ്ങളെ കൊടുക്കുന്നതല്ലേ അങ്ങയുടെ ഈ സൃഷ്ടിലീല? എന്തിനാ ഈ പണിക്ക് ഒരുമ്പെട്ടത് എന്നെനിക്ക് പലപ്പോഴും ഇത്യേവം ആലോചിതം അജിത മയാ പൂർവം, മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നൈവം അദ്യാഭിജാനേ, ഏവം അദ്യ ന അഭിജാനേ, ഇപ്പൊ ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല, കരുതുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. ആ ഗുരുവായൂരപ്പ മൂർത്തി അത് ആസ്വദിക്കാനുള്ളതാണ്. അത് ആസ്വദിക്കുന്നതിലൂടെ തന്നെ ജീവന്മാർക്ക് മുക്തിയും ലഭിക്കുന്നു. അതാണ് നോ ചേത് ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപു ഛിദ്രസാർദ്രം. അങ്ങയുടെ ചൈതന്യരസം നിറഞ്ഞിരിക്കുന്ന ത്വദ്വപു, മധുരതരമായ ത്വദ്വപു, നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ, കണ്ണിലൂടെയും കാതിലൂടെയും കുടിച്ച്, കണ്ണിലൂടെ അങ്ങയുടെ രൂപത്തെ കുടിച്ച്, കാതിലൂടെ അങ്ങയുടെ കഥകളെ, അങ്ങയുടെ നാമങ്ങളെ, കീർത്തനങ്ങളെ എല്ലാം പാനം ചെയ്ത് പരമരസ സുധാംബോധിപൂരേരമേരൻ, പരമാനന്ദ അമൃത സമുദ്രത്തിൽ എങ്ങനെ രമിക്കും? അപ്പൊ ആ പരമാനന്ദ സമുദ്രത്തിൽ രസിക്കണമെങ്കിൽ അങ്ങയുടെ ഈ മൂർത്തിയെ കാണുകയും അങ്ങയുടെ കഥകൾ, അവതാര കീർത്തനങ്ങൾ, അവതാര ലീലകൾ കേൾക്കുകയും വേണം. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിന്റെ പ്രയോജനം എന്നുള്ളത് ജീവന്മാരെ അവരുടെ സംസാര ദുഃഖത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. ഭഗവാന്റെ അവതാര ലീലകളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്ത് സ്മരിച്ച് ഭഗവത് തത്വത്തിലേക്ക് അവർ ഉയർന്ന് ആ തത്വബോധത്തോടുകൂടെ ഭഗവത് തലത്തിലേക്ക് ഉയരാൻ വേണ്ടി, ഭഗവാനുമായി ഒന്നായി തീരാൻ വേണ്ടിയാണ് ഭഗവാന്റെ ഈ അവതാര ലീല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അനർത്ഥവഹാത് ശരീരതഃ വിമോക്ഷണം ന ജാനതഃ. സാധാരണ പ്രാകൃതന്മാരായ മനുഷ്യന്മാർ അനർത്ഥവഹാത് ശരീരതഃ, അനർത്ഥത്തെ വഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ ശരീരം. ഈ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രയോജനത്തെക്കാൾ വലിയ ഭാരമാണ്. എപ്പോഴും ദുഃഖങ്ങളെ നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഗർഭവാസത്തിൽ കിടക്കുമ്പോൾ ദുഃഖം, പ്രസവിക്കുമ്പോൾ ദുഃഖം, പ്രസവിച്ച ശേഷം ബാല്യാവസ്ഥയിൽ ദുഃഖം, ഏത് പ്രായത്തിലാണെങ്കിലും രോഗങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ചുറ്റും കാത്തിരിക്കുകയാണ്. എവിടുന്ന് വേണമെങ്കിൽ ചാടി വീഴാം. വിശപ്പ്, ദാഹം മുതലായത് നിരന്തരമായിട്ട് കൂടെയുണ്ട്. ക്ഷീണം എല്ലാം എപ്പോഴും ഉണ്ട്. അപ്പൊ എപ്പോഴും അനർത്ഥത്തെ വഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ ശരീരം. അതിനെ കുറിച്ച് വേണ്ട പോലെ വിചാരം ചെയ്യാത്തതുകൊണ്ടാണ് ഈ ശരീരം നമുക്ക് സുഖം തരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇതിനെ താലോലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ വലിയൊരു ഭാരം ചുമക്കുകയാണ് നമ്മൾ. ക്ലേശങ്ങൾക്ക് വരാനുള്ള വഴിയാണ് ഈ ദേഹം. ഈ ദേഹമില്ലായിരുന്നെങ്കിൽ ഭൗതികമായ ക്ലേശങ്ങളൊന്നും നമ്മളെ സ്പർശിക്കില്ല. അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു മലഭാണ്ഡം ആയിരിക്കുന്ന ഈ ദേഹം, അതാണ് ഇവിടെ അനർത്ഥവഹാത് ശരീരതഃ, അനർത്ഥത്തെ വഹിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തിൽ നിന്ന് വിമോക്ഷണം ന ജാനതഃ. എങ്ങനെയാണ് വിമോക്ഷണം?
ഇതെങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അറിയാത്തവരായിട്ടുള്ള സംസരതഃ സംസരിക്കുന്ന ജീവന്. ഇനിയിപ്പോ ഒരു ദേഹത്തില് വളരെ ക്ലേശം വർദ്ധിച്ചാൽ ആളുകൾ എന്ത് ചെയ്യും? ഈ ദേഹം കൊണ്ടാണ് എനിക്ക് ക്ലേശം, ഈ ദേഹത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലേശവിമുക്തനായി എന്ന് വിചാരിച്ച് അവർ ഈ ദേഹത്തെ നശിപ്പിക്കുന്നു, ദേഹഹത്യ ചെയ്യുന്നു. ദേഹം തന്നെ ആത്മാ എന്ന് കരുതിയിരിക്കുന്നവർക്ക് അത് ആത്മഹത്യ എന്ന് പറയുന്നു. അങ്ങനെയുള്ള മൂഢന്മാർ. പക്ഷെ അതോടുകൂടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ? കാരണം ദേഹം തന്നെയാണ് അവർക്ക് ആത്മാവായതുകൊണ്ട് വീണ്ടും ഒരു ശരീരം അവരെടുക്കുന്നു, അതേ സംസ്കാരത്തോടുകൂടെ. വീണ്ടും അതേ സംസ്കാരത്തോടുകൂടെ ജീവിച്ച് വീണ്ടും ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ ഒരിക്കൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു ജീവൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നത് അവരുടെ സ്വഭാവമായി മാറും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ ആത്മഹത്യാ ടെൻഡൻസി എന്നുള്ളത് നൈസർഗികമായിട്ടുള്ളവരുണ്ട്. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ളൊരു കാര്യം കിട്ടിയാൽ മതി അവരെ ഉടനെ ആത്മഹത്യ. അതിന് കാരണം എന്താ വെച്ചാൽ പൂർവ്വജന്മങ്ങളിലും ആത്മഹത്യ ചെയ്ത സംസ്കാരം അവരുടെ ഉള്ളിലുണ്ട്. ആ സംസ്കാരമാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. മുമ്പ് ഏതൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കാനുള്ള പ്രവണത ഉണ്ടാവും. അതാണ് മനുഷ്യ മനസ്സ്, മനുഷ്യ സ്വഭാവം. അപ്പോ പെട്ടെന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നവർ ഈ സംസ്കാരത്തോടു കൂടിയവരാണ്. അപ്പൊ ഇപ്പൊ ആത്മഹത്യ ചെയ്താൽ പെർമനന്റ് ആയിട്ട് പരിഹാരമായോ? ഒരിക്കലുമില്ല. അവന്റെ കർമ്മവാസന വീണ്ടും അവനെ മറ്റൊരു ശരീരം എടുപ്പിക്കുന്നു. ആ ശരീരത്തിലും അവന് സുഖം കിട്ടുകയില്ല, നിർവൃതി ഉണ്ടാവില്ല. അവിടെയും അവൻ ഈ ആത്മഹത്യാ പ്രവണത കൊണ്ട് വീണ്ടും ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ സംസരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ആത്മഹത്യയല്ല ദേഹത്തിൽ നിന്നുള്ള ദുരിതങ്ങൾ അവസാനിപ്പിക്കാനുള്ള വഴി. പിന്നെയോ ഞാൻ ദേഹമല്ല എന്നുള്ള ഉറപ്പ് ഇവിടെ തന്നെ നേടുകയാണ് അതിനുള്ള വഴി. അതിന് ആത്മജ്ഞാനമാണ് വഴി. ആത്മജ്ഞാനം കൊണ്ട് ഞാൻ ദേഹമല്ല എന്ന ബോധം ഉറപ്പിക്കുന്നവർക്ക് പിന്നെ ജന്മമില്ല, പിന്നെ മറ്റൊരു ശരീരം എടുക്കേണ്ടി വരില്ല. അഥവാ എടുക്കുകയാണെങ്കിലും അവർ സ്വതന്ത്രരായി സ്വേച്ഛയ എടുക്കുകയാണ്, ലോകസംഗ്രഹത്തിനായിക്കൊണ്ട്. അപ്പോ ഇവിടെ അനർത്ഥബഹാത് ശരീര വിമോക്ഷണം ന ജാനതഃ സംസരത ജീവസ്യ. അങ്ങനെയുള്ളൊരു സംസരിച്ചുകൊണ്ടിരിക്കുന്ന ജീവന് യഹ ലീലാവതാരൈഹി സ്വയശഃ പ്രദീപകം പ്രാജ്വാലയത്. ലീലാവതാരങ്ങളെ കൊണ്ട്, ഭഗവാന്റെ പല പല അവതാരങ്ങളെ കൊണ്ട്, മത്സ്യക്കൂർമ്മ വരാഹാദി അവതാരങ്ങളെ കൊണ്ട് സ്വയശഃ പ്രദീപകം തന്റെ കീർത്തി, തന്റെ യശസ്സാകുന്ന ദീപത്തെ പ്രാജ്വാലയത് പ്രജ്വലിപ്പിച്ചുവോ, യശസ്സാകുന്ന ദീപത്തെ പ്രജ്വലിപ്പിച്ചുവോ. തം ത്വാ അഹം പ്രപദ്യേ. അപ്പൊ ഭഗവാന്റെ യശസ്സാകുന്ന ദീപം ഭഗവാന്റെ അവതാര കഥകളാണ്. അവതാര കഥകളാകുന്ന ദീപത്തെ ഭഗവാൻ ജ്വലിപ്പിച്ചു. അവതാരം എടുത്തത് കൊണ്ടാണ് അവതാര കഥകൾ ഉണ്ടായത്. അവതാരം എടുത്തില്ലെങ്കിൽ എന്ത് അവതാര കഥ? പറയാൻ ഒരു കഥയുമില്ല. ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഭഗവാൻ അവതാരങ്ങൾ എടുത്തതാണ് ഭഗവാന്റെ മാഹാത്മ്യം പറയാനുള്ള അവസരം നമുക്കുണ്ടാക്കുന്നത്. അതാണ് ലീലാവതാരൈ സ്വയശഃ പ്രദീപകം പ്രാജ്വാലയത്. തന്റെ യശസ്സാകുന്ന ദീപത്തെ അവൻ ജ്വലിപ്പിച്ചു. ആ ഭഗവാന് തം ത്വാ, ആ അങ്ങയെ അഹം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പൊ അവതാരമെടുത്ത് അവതാര ലീലകളാകുന്ന യശസ്സാകുന്ന ദീപം പ്രകാശിപ്പിച്ച് ജീവന്മാരെ അതിലേക്ക് ആകർഷിച്ച് അവരെ സംസാരത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി കാരുണ്യം ചെയ്ത അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ജീവസ്യ യസ്സംസരതോ വിമോക്ഷണം ന ജാനതോ നർത്തവഹാത് ശരീരതഃ ലീലാവതാരൈ സ്വയശഃ പ്രദീപകം പ്രാജ്വാലയത്വാ തമഹം പ്രപദ്യേ. അദാപ്യാശ്രാവയേ ബ്രഹ്മ നരലോകവിഡംബനം
രാജ്ഞഃ പൈതൃശ്വസേയസ്യ ഭക്തസ്യ ച ചികീർഷിതം അദാപ്യാശ്രാവയേ ബ്രഹ്മ നരലോകവിഡംബനം രാജ്ഞഃ പൈതൃശ്വസേയസ്യ ഭക്തസ്യ ച ചികീർഷിതം അദാപി എങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങെല്ലാം അറിയുന്നവനാണെങ്കിലും എനിക്കും അതറിയാം, അങ്ങക്കെല്ലാം അറിയുന്ന എങ്കിലും അങ്ങയെപ്പോലൊരാൾ ചോദിച്ചാൽ പറയാതിരിക്കുന്നത് മര്യാദയല്ല. മാത്രമല്ല അങ്ങ് ഇതിലൂടെ പലതും ഉദ്ദേശിക്കുന്നുണ്ടാവും, അതെനിക്കറിയില്ല. അങ്ങക്കെല്ലാം അറിയാമെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഈ ചോദിച്ചതിലൂടെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിലൂടെ വേറെന്തൊക്കെയാ അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ നാരദൻ ഇത് പറയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യാൻ പോണോ? ഇനി ആ സഭയിൽ എല്ലാവരോടും ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ്. അവസാനം ഉദ്ധവന് തീരുമാനമെടുക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഉദ്ധവൻ തന്റെ അഭിപ്രായം വ്യക്തമായി പറയുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ഉദ്ധവനെ ലോകത്തിന് മനസ്സിലാക്കാൻ, അതാണ് ഭഗവാന്റെ ഇവിടുത്തെ ഗൂഢ ഉദ്ദേശം എന്ന് തോന്നുന്നു അല്ലേ? ആ ഉദ്ധവന്റെ മഹത്വം ലോകത്തിന് പ്രകാശിപ്പിക്കാൻ വേണ്ടിയാവാം ഭഗവാന്റെ ഈ ഒരു ലീല, ഈ നാടകം. അപ്പോ അതാപി അങ്ങക്കെല്ലാം അറിയുമെങ്കിലും നരലോക വിഡംബനം, മനുഷ്യ ശരീരത്തോടുകൂടി നാട്യം അഭിനയിക്കുന്ന അങ്ങയുടെ ബ്രഹ്മസ്വരൂപനായ അങ്ങയെ പൈതൃശ്വസേയസ്യ ഭക്തസ്യ രാജ്ഞഃ ചികീർഷിതമാശ്രാവയേ, അങ്ങയുടെ പിതാവിന്റെ സ്വസ, അതാണ് പൈതൃശ്വസ. പിതൃസ്വസ തന്നെയാണ് പിതാവിന്റെ സഹോദരി, അച്ഛൻ പെങ്ങൾ. അങ്ങയുടെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയുടെ പുത്രൻ, അതാണ് പൈതൃശ്വസേയൻ. പൈതൃശ്വസയുടെ പുത്രൻ കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ. രാധേയൻ, രാധയുടെ പുത്രൻ അല്ലേ എന്ന് പറയും പോലെ പൈതൃശ്വസ എന്നതിനോട് അവരിൽ നിന്നുണ്ടായവൻ എന്ന് സൂചിപ്പിക്കാൻ പൈതൃശ്വസേയൻ. അങ്ങയുടെ അച്ഛൻ പെങ്ങളുടെ മകൻ ആരാണ്? യുധിഷ്ഠിരൻ. ഭക്തസ്യ രാജ്ഞഃ, ഭക്തനായ അങ്ങയുടെ ഭക്തനാണ്, രാജാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചികീർഷിതം ആശ്രാവയേ, അദ്ദേഹം എന്താണ് ചെയ്യാനിച്ഛിക്കുന്നത് എന്ന് ഞാൻ അങ്ങയോട് പറയാം. യക്ഷതി ത്വാം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ട്യകാമോ നൃപതിഃ തദ്ഭവാൻ അനുമോദതാം. യക്ഷതി ത്വാം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവഃ പാരമേഷ്ട്യകാമോ നൃപതിഃ തദ്ഭവാൻ അനുമോദതാം. പാരമേഷ്ട്യകാമഃ നൃപതിഃ പാണ്ഡവഃ, ആ പാണ്ഡവൻ രാജാവ് യുധിഷ്ഠിരൻ, അദ്ദേഹം പാരമേഷ്ട്യകാമനാണ്. പാരമേഷ്ട്യകാമൻ, പരമേഷ്ടിയുടെ സ്ഥാനം, പാരമേഷ്ട്യം എന്നുള്ള പദവിയെ കാമിക്കുന്നവൻ എന്നാൽ ഏറ്റവും വലിയ കർമ്മം ചെയ്തവൻ, പരമമായ ഇഷ്ടി ചെയ്തവൻ പരമേഷ്ടി. ഇഷ്ടി എന്നാൽ യാഗം. അപ്പോൾ ഏറ്റവും വലിയ യാഗം ആണ് രാജസൂയ യാഗം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലും മുകളിൽ വേറൊരു കർമ്മമില്ല. അശ്വമേധയാഗങ്ങൾ രാജസൂയത്തിന്റെ എത്രയോ 1000-1 വരുള്ളൂ. അങ്ങനെയുള്ള അശ്വമേധയാഗം ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ സാക്ഷാൽ രാജസൂയ യാഗം തന്നെ ചെയ്താലോ? ഏറ്റവും വലിയ ഇഷ്ടി ചെയ്തവൻ, പരമമായ ഇഷ്ടി ചെയ്തവൻ പരമേഷ്ടി. ആ പരമേഷ്ടിയുടെ പദവിയെ ആഗ്രഹിക്കുന്നവൻ പാരമേഷ്ട്യകാമൻ. അപ്പോൾ ഈ രാജസൂയ യാഗം ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ബ്രഹ്മാവിന് തുല്യനായി കഴിഞ്ഞു എന്നർത്ഥമാണ്. അങ്ങനെയുള്ള നൃപതി പാണ്ഡവഃ മഖേന്ദ്രേണ രാജസൂയേന ത്വാം യക്ഷ്യതി. മഖേന്ദ്രൻ എന്ന് പറഞ്ഞാൽ യാഗങ്ങളിൽ വെച്ച് ഇന്ദ്രൻ ശ്രേഷ്ഠൻ. എല്ലാ യാഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠനായ രാജസൂയ യാഗം കൊണ്ട് ത്വാം യക്ഷ്യതി, അങ്ങയെ യജിക്കുവാൻ ഇച്ഛിക്കുന്നു. തത് ഭവാൻ അനുമോദതാം, അതിനെ അങ്ങ് അനുമോദിക്കണം അഥവാ അനുഗ്രഹിക്കണം.
അങ്ങയുടെ അനുഗ്രഹം അതിനുണ്ടാവണം എന്ന് താല്പര്യം. അങ്ങ് കൂടെയുണ്ടെങ്കിലോ അല്ലേ, അങ്ങയുടെ കോംപ്ലിമെന്റ്സ് നമ്മളെല്ലാം ഈ വിവാഹ ക്ഷണ പത്രികയൊക്കെ അടിക്കുമ്പോൾ അതിൽ വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം എന്ന് പറഞ്ഞിട്ട് താഴെ ബന്ധുക്കളുടെ ചിലരുടെയൊക്കെ പേര് അച്ചടിക്കും. എന്താണ്? അനുമോദനങ്ങളോടെ എന്ന് വെച്ചാലോ ഈ പരിപാടി നടത്തുന്നത്, അതിലെല്ലാ സഹായവും ചെയ്യുന്നത് ഞങ്ങളൊക്കെയാണ്, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പൊ ഞങ്ങൾ കൂടിയാണ് നിങ്ങളെ വിളിക്കുന്നതും എന്നുവെച്ചാൽ ഡയറക്റ്റ് വരനെയോ വധുവിനെയോ അറിയില്ല, അവരുടെ അച്ഛനമ്മമാരെ അറിയില്ല. പക്ഷെ താഴെയുള്ള കോംപ്ലിമെന്റ്സ് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ പേരിലുള്ളവരെ അറിയാമെങ്കിൽ അവരാണ് ഈ പരിപാടി നടത്തുന്നത്, ഈ വിവാഹ ചടങ്ങുകൾ നടത്തുന്നത്. വിവാഹം കഴിഞ്ഞാലും ഈ വധൂവരന്മാർക്ക് അവരുടെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും. എന്തൊരു പ്രശ്നം വന്നാലും എന്താ പറയുക, സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടാവും എന്നൊക്കെ സൂചിപ്പിക്കലാണ് അനുമോദനങ്ങളോടെ എന്ന് പിന്നാലെ വയ്ക്കുന്നത്. അനുമോദനം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയാണ്. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കലാണ്. ഞങ്ങൾ കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയലാണ്. അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടാവണം. ഇതാണ് യുധിഷ്ഠിരന്റെ പ്രാർത്ഥന. ഭവാൻ അനുമോദതാം. തസ്മിൻ ദേവ ക്രതുവരേ ഭവന്തം വൈ സുരാദയഃ ദിദൃക്ഷവ സമേഷ്യന്തി രാജാനശ്ച യശസ്വിനഃ. തസ്മിൻ ദേവ ക്രതുവരേ ഭവന്തം വൈ സുരാദയഃ ദിദൃക്ഷവ സമേഷ്യന്തി രാജാനശ്ച യശസ്വിനഃ. ഹേ ദേവാ ഭഗവാനെ, തസ്മിൻ ക്രതുവരെ ആ യാഗത്തിൽ വെച്ച്, ആ ശ്രേഷ്ഠമായ രാജസൂയത്തിൽ വെച്ച്, ഭവന്തം ദിദൃക്ഷവഃ സുരാദയഃ അങ്ങയെ ദർശിക്കുവാൻ ഇച്ഛിക്കുന്ന ദേവാദികളെല്ലാവരും, യശസ്വിനഃ രാജാനഃ സമേഷ്യന്തി യശസ്വികളായിട്ടുള്ള അനേക രാജാക്കന്മാരും അങ്ങയെ കാണുവാനായി സമീപിക്കും, വരും. എല്ലാവരും സമാഗമിക്കും. അപ്പൊ ദേവന്മാരുടെയും പ്രശസ്തന്മാരായ രാജാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടാവും. അങ്ങയെ കാണാനായിട്ട് വരും, ഭഗവാനെ കൃഷ്ണനെ കാണാനായിട്ട് വരും. ശ്രവണാത് കീർത്തനാദ്യാനാത് പൂയന്തേ ദേവസായിനഃ തവ ബ്രഹ്മമയസ്യേഷ കിമുദേക്ഷാഭിമർശിനഃ. ശ്രവണാത് കീർത്തനാദ്യാനാത് പൂയന്തേ ദേവസായിനഃ തവ ബ്രഹ്മമയസ്യേഷ കിമുദേക്ഷാഭിമർശിനഃ. എന്തുകൊണ്ടാണ് അങ്ങയെ കാണാൻ എല്ലാവരും വരുന്നു പറയുന്നത്? യുധിഷ്ഠിരനെ കാണാനല്ലേ എല്ലാവരും വരേണ്ടത്? പാണ്ഡവന്മാരെ കാണാനല്ലേ അവർ നടത്തുന്ന രാജസൂയത്തിൽ വരേണ്ടത്? അല്ലല്ല, അവരെക്കാൾ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ അനുമോദനം, അതാണ് മറ്റു രാജാക്കന്മാർക്കൊക്കെ വിഷയം. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെന്ന് കാണണം എന്നവർക്ക് തോന്നും. ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയില്ലെങ്കിൽ എല്ലാവരും വന്നോളണമെന്നില്ല. അപ്പൊ ഭഗവാൻ കൂടെയുള്ളതാണ് ഈ രാജസൂയയാഗത്തെ പൊലിപ്പിക്കുന്നത്, ഏറ്റവും നന്നായി കൊഴുപ്പിക്കുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ അത് വളരെ ശുഷ്കമായി പോകും. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യമാണ് ഈ യാഗത്തെ ധന്യമാക്കുന്നത്. അതാണ് അങ്ങയുടെ ഹേ ഈശ, അല്ലയോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഈശ്വര, ബ്രഹ്മമയസ്യ തവ ശ്രവണാത് കീർത്തനാത് ധ്യാനാത് അന്തേവസായിനഃ പൂയന്തേ. ബ്രഹ്മസ്വരൂപനായ തവ അങ്ങയുടെ ശ്രവണാത് അങ്ങയെക്കുറിച്ച് കേൾക്കുന്നത് കൊണ്ടോ, കീർത്തനാത് അങ്ങയെക്കുറിച്ച് കീർത്തിക്കുന്നത് കൊണ്ടോ, ധ്യാനാത് അങ്ങയെ സ്മരിക്കുന്നത് കൊണ്ടോ, അന്തേവസായിനഃ അഭി പൂയന്തേ. അന്തേവസായികൾ എന്ന് പറഞ്ഞാൽ അന്ത്യജന്മാരെന്ന് പറയുന്ന 5ാം വകുപ്പ്, ചാതുർവർണ്ണ്യത്തിൽ നിന്ന് പുറത്തിരിക്കുന്നവർ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ കഴിഞ്ഞാൽ പിന്നെ പാപം അധികരിച്ച അത്യന്ത പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളെയാണ് അന്തേവസായികൾ, നിഷാദന്മാരും അതുപോലെയുള്ളതായിട്ടുള്ള
വനവാസികൾ അതുപോലെയുള്ള സംസ്കാരം കുറഞ്ഞതായിട്ടുള്ള ആളുകളെയാണ്. അവർ പാപം കൊണ്ടാണ് അങ്ങനെയായി തീർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അത്യന്ത പാപികളായിട്ടുള്ള ആ ജന്മങ്ങൾ യാതൊരു അറിവും ഇല്ലാത്തവരും പ്രാകൃത ജന്തുക്കളെ പോലെ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവർ പോലും പൂയന്തേ പവിത്രരായിത്തീരുന്നു. അപ്പൊ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അന്തേവസായികൾ പോലും പരിശുദ്ധരാകുന്നു. അപ്പോ ഈക്ഷാവിമർശിനഃ കിമുത, കൈമുതിക ന്യായേന പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. ആരുടെ കാര്യം? ഈക്ഷ അഭിമർശനം, ഇത് ചെയ്യുന്നവരുടെ കാര്യം. ഈക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങയെ നേരിട്ടിൽ കാണുക, മറ്റത് അങ്ങയെക്കുറിച്ച് കേട്ട് കീർത്തിക്കുകയാണ്. അങ്ങയെ നേരിട്ട് കാണുകയും അഭിമർശം എന്ന് പറഞ്ഞാൽ സ്പർശം, അങ്ങയെ വന്ന് സ്പർശിക്കുകയും അങ്ങയുടെ സ്പർശത്തിന് പാത്രീഭവിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? അപ്പൊ അതുകൊണ്ട് അങ്ങയെ നേരിൽ കാണാനും സ്പർശിക്കാനും ഒക്കെ ആയിട്ട്, അങ്ങയുടെ പാദസ്പർശം ചെയ്യാനും ഒക്കെ ആയിട്ട് ലോകത്തിലുള്ള സകല രാജാക്കന്മാരും വരും, ദേവന്മാരൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആ രാജസൂയം ഏറ്റവും ഭംഗിയാവും, ഗംഭീരമാകും. അതിന് അങ്ങ് വന്ന് രാജസൂയത്തെ അനുഗ്രഹിക്കണം. യുധിഷ്ഠിരനെ, പാണ്ഡവന്മാരെ അനുഗ്രഹിക്കണം. യസ്യാമലം ദിവ്യശഃ പ്രഥിതം രസായാം ഭൂമൗ ചതേ ഭുവനമംഗളദിഗ്വിധാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാധോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. യസ്യാമലം ദിവ്യശഃ പ്രഥിതം രസായാം ഭൂമൗ ചതേ ഭുവനമംഗളദിഗ്വിധാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാധോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. യസ്യ അമലം ചരണാംബു വിശ്വം പുനാതി, ഏതൊരുവന്റെ അത്യന്ത പരിശുദ്ധമായ പാദജലം, പാദതീർത്ഥം, പാദം കഴുകിയ വെള്ളം, വിശ്വം പുനാതി, 3 ലോകങ്ങളെയും പവിത്രമാക്കുന്നു. അപ്പൊ ഭുവനങ്ങളെ മുഴുവൻ മംഗളം ആക്കുന്നവനാണ് അങ്ങ്. ഭുവനമംഗള, ഭഗവാനെ സംബോധന ചെയ്യാൻ. 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നവനെ, മംഗളസ്വരൂപ. അങ്ങയുടെ പാദതീർത്ഥം ഏതൊക്കെ ലോകങ്ങളെ പവിത്രീകരിക്കുന്നു? ദിവി രസായാം ഭൂമൗ, ദിവി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും, രസായാം എന്ന് പറഞ്ഞാൽ പാതാളത്തിലും രസാതലത്തിലും, ഭൂമൗ എന്ന് പറഞ്ഞാൽ നടുവില് നമ്മളൊക്കെ ഇരിക്കുന്ന ഭൂമിയിലും. അപ്പൊ 3 ലോകങ്ങളിലും ത്രിപതി ആയിട്ടുള്ള ഗംഗ 3 ലോകങ്ങളെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ദിവി രസായാം ഭുവി ദിഗ്വിധാനം പ്രതിതം, ആ ദിക്കുകളുടെ അലങ്കാരമായിട്ട് പ്രശസ്തമാണ്. എന്താണ് ദേവലോകത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം ചോദിച്ചാൽ സ്വർഗഗംഗയാണ്. ഭൂമിക്ക് ഏറ്റവും വലിയ അലങ്കാരം ഏതാണ്? ഗംഗാദേവിയാണ്. പാതാളത്തിലോ? പാതാളത്തിലും ഭോഗവതി എന്ന പേരിൽ ഒഴുകുന്ന ഗംഗ തന്നെയാണ്. അതാണ് ഇവിടെ ദിഗ്വിധാനം, ദിക്കിന് അലങ്കാരമായി പ്രതിതം പ്രസിദ്ധമായതും അമലമായ യസ്യത്തെ യശഃ, അങ്ങയുടെ യശസ് വിശ്വത്തെ പവിത്രീകരിക്കുന്നു ഗംഗയെ പോലെ. ദിവി മന്ദാകിനി ഇതി, ദേവലോകത്ത് മന്ദാകിനി എന്ന പേരിലും, അധഃ ഭോഗവതി ഇതി, പാതാളതലത്തിൽ ഭോഗവതി എന്ന പേരിലും, ഇഹ ഗംഗാ ഇതി പ്രതിതം, ഈ ഭൂമിയിൽ ഗംഗ എന്നും പ്രശസ്തമായിരിക്കുന്ന തേ ചരണാംബു, അങ്ങയുടെ പാദതീർത്ഥം വിശ്വത്തെ പവിത്രമാക്കുന്നു. അതുപോലെയാണ് അങ്ങയുടെ യശസ്സും 3 ലോകങ്ങളെയും പവിത്രീകരിക്കുന്നത്. അങ്ങയുടെ ഗംഗയേക്കാൾ ഈ 3 ലോകങ്ങളെയും പവിത്രീകരിക്കാനുള്ള ശക്തി അങ്ങയുടെ യശസ്സിനുണ്ട്. അത് 90ാമത്തെ അധ്യായത്തിലാണ് കൺക്ലൂഡ് ചെയ്യുക, അങ്ങനെ പറയുക. ഇപ്പൊ തുല്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. 90 അധ്യായം കഴിയുമ്പോൾ അവസാനം പറയും അല്ലേ, ആ ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗ ഈ ഭഗവാന്റെ കഥാതീർത്ഥത്തിന്റെ മുമ്പിൽ ചെറുതായി പോയി, നിസാരമായി തീരുകയാണ്. അപ്പൊ ഭഗവാന്റെ കഥാതീർത്ഥമാണ് ഏറ്റവും പവിത്രം. അത് എത്താത്ത സ്ഥലങ്ങളില്ല.
മറ്റത് ഗംഗ എന്ന് പറയുമ്പോൾ എത്തുന്ന സ്ഥലങ്ങൾക്ക് പരിമിതിയുണ്ട്. ഭഗവാന്റെ കഥാതീർത്ഥത്തിന് എല്ലാവരുടെയും ചെവികളുടെ ഉള്ളിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാം, അല്ലേ? ആ ഒരു സാമർഥ്യമുണ്ട്. അപ്പോ യസ്യാമലം ദിവ്യശഃ പ്രതിദം രസായാം ഭൂമൗച്ചതേ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ജാതോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. ശ്രീശുക ഉവാച യത്ര തേഷ്വാത്മപക്ഷേഷു അഗൃണൽസു വിജിഗീഷയാം വാചഃ പേശൈ സ്മയൻ നൃത്യം ഉദ്ധവം പ്രാഹ കേശവഃ. ശ്രീശുക ഉവാച തത്ര തേഷ്വാത്മപക്ഷേഷു അഗൃണൽസു വിജിഗീഷയാ വാചഃ പേശൈ സ്മയൻ നൃത്യം ഉദ്ധവം പ്രാഹ കേശവഃ. ഇപ്പോ നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തത്ര തേഷു ആത്മപക്ഷേഷു വിജിഗീഷയാ അഗൃണൽസു. ആത്മപക്ഷന്മാരായിട്ടുള്ളവർ എന്ന് വെച്ചാൽ തന്റെ ബന്ധുക്കൾ, സ്വകീയന്മാർ, ആ സഭയിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ളവർ, അവിടെയുള്ളതായിട്ടുള്ള ആളുകൾ വിജിഗീഷയാ അഗൃണൽസു. വിജിഗീഷ എന്ന് പറഞ്ഞാൽ ജേതും ഇച്ഛ. ഈ വിഷയത്തിന് എങ്ങനെയാണ് ഒരു തീരുമാനമുണ്ടാക്കുക? ജരാസന്ധന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വന്ന ഭൃത്യന്മാർ ആ ഒരു ദൂതന്റെ കാര്യം സാധിക്കാനുണ്ട്, പിന്നാലെ വന്ന നാരദ മഹർഷിയുടെ കാര്യം സാധിക്കാനുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ ഏതാദ്യം നടത്തണം എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ടായി. അതിനെക്കുറിച്ച് ഉത്തരം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് പലരും അഭിപ്രായം പറയും. അങ്ങനെ വിജിഗീഷയ അഗൃണൽസു, എന്നാൽ അവർക്ക് വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിയാതെ എന്ന് വെച്ചാൽ ഉത്തരം കിട്ടാതെ, എന്ത് ചെയ്യണമെന്ന് തീരുമാനമാവാതെ ഇരുന്നപ്പോൾ കേശവഃ സ്മയന്, കേശവനായ ഭഗവാൻ നാരായണൻ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് വാചഃ പേശൈഹി ഭൃത്യമുദ്ധവം പ്രാഹ. വാചഃ പേശൈഹി എന്ന് പറഞ്ഞാൽ മധുരമായ വാക്കുകളെ കൊണ്ട്, ചമൽക്കാരപൂർണമായ വാക്കുകളെ കൊണ്ട് ഭൃത്യനായ മന്ത്രിയായ ഉദ്ധവനോട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഭഗവാൻ ഉദ്ധവന് ചാൻസ് കൊടുക്കണം, മറ്റുള്ളവർക്ക് തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ല. ശ്രീ ഭഗവാനുവാച ത്വം ഹി നഃ പരമം ചക്ഷുഃ സുഹൃന്മിത് മന്ത്രാർത്ഥതത്വവിത് തദാത്ര ബ്രൂഹ്യനുഷ്ഠേയം ശ്രദ്ധത്മഃ കരവാമ തത്. ഭഗവാൻ ഉദ്ധവനോട് പറയുന്ന വാക്കുകളാണ്. ശ്രീ ഭഗവാനുവാച ത്വം ഹി നഃ പരമം ചക്ഷുഃ സുഹൃൻ മന്ത്രാർത്ഥതത്വവിത് തദാത്ര ബ്രൂഹ്യനുഷ്ഠേയം ശ്രദ്ധത്മഃ കരവാമ തത്. ത്വം ഹി നഃ പരമം ചക്ഷുഃ, നീ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കണ്ണ്. കണ്ണ് എന്ന് പറഞ്ഞാല് ദർശനം കൊടുക്കുന്നതാണ് കണ്ണ്. അതുപോലെ ബുദ്ധി കണ്ണാണ്. അപ്പൊ നീ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രകാശിപ്പിക്കുന്ന, ദർശനം നൽകുന്ന ഞങ്ങളുടെ ബുദ്ധിസത്തമനായ നീ തന്നെയാണ് യാദവന്മാരായ ഞങ്ങൾക്ക് കണ്ണുപോലെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. കണ്ണിന് നയനം, നേത്രം എന്നൊക്കെ അർത്ഥം. എന്താ നയനം എന്ന് പറഞ്ഞാലും നയിക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കണ്ണാണ്. നേത്രം എന്ന് പറഞ്ഞാലും നയനത്തിലൂടെ ത്രാണനം ചെയ്യുന്നത്, നമ്മളെ വഴി നയിച്ച് രക്ഷിക്കുന്നത്, കുഴിയിൽ ചാടാതെ അബദ്ധങ്ങളിൽ ചാടാതെ നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ട് നേത്രം. അപ്പൊ ഇവിടെ ഉദ്ധവൻ ഈ യാദവകുലത്തിന്റെ നേത്രമാണ്. അതുകൊണ്ടാണ് നീ ഞങ്ങൾക്ക് പരമം ചക്ഷുഹു, സുഹൃത്ത് മാത്രമല്ല ഞങ്ങളുടെ വെൽവിഷറുമാണ്, എല്ലാവർക്കും നന്മയെ ആഗ്രഹിക്കുന്ന നല്ല ഹൃദയമുള്ളവനാണ് നീ, ബന്ധുവാണ്. മന്ത്രാർത്ഥ തത്വവിത്, മന്ത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുക. ആ വിചാരം ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥങ്ങളുടെ തത്വം അറിയുന്നവനാണ് അങ്ങ് എന്ന് വെച്ചാലോ, എല്ലാറ്റിൻ്റെയും സ്വരൂപം അറിയുന്നവൻ, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ. ഏത് കാര്യം എങ്ങനെ ആലോചിച്ച് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിൻ്റെ യുക്തിയെല്ലാം അങ്ങയിൽ വളരെ പ്രബലമാണ്. അങ്ങയുടെ യുക്തിയെക്കുറിച്ച് സംശയമില്ല, ബുദ്ധി സത്തമനാണ് അങ്ങ്. അതുകൊണ്ട് മന്ത്രാർത്ഥ തത്വവിത്
തഥാ അത്ര അനുഷ്ഠേയം ബ്രൂഹി. അതുകൊണ്ട് തന്നെ അപ്രകാരം അത്ര ഇൻ ദിസ് മാറ്റർ ഇവിടെ ഇവിടെ ഈ രണ്ട് വിഷയങ്ങളിൽ ജരാസന്ധനെ വധിക്കുകയോ അതോ രാജസൂയം നടത്തിക്കൊടുക്കുകയോ രണ്ടും വലിയ സംഭവങ്ങളാണ്. രണ്ടും ചെറിയ കാര്യങ്ങളല്ല, ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. ഭൂമിയിലുള്ള ആർക്കും ഇപ്പൊ തൽക്കാലം ചിന്തിക്കാനുള്ള സാമർഥ്യമില്ലാത്ത രണ്ട് വലിയ വിഷയങ്ങളാണ്, ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതില് ഏത് കാര്യങ്ങളാണ് അത്ര അനുഷ്ഠേയം ബ്രൂഹി, അനുഷ്ഠിക്കേണ്ടത് എന്താന്ന് പറയൂ. തത് ശ്രദ്ധത്മഹ, നീ പറയുന്നതിനെ ഞങ്ങൾ ശ്രദ്ധയോടെ സ്വീകരിച്ചു കൊള്ളാം, ശ്രദ്ധിച്ചു കൊള്ളാം. കരവാമ, അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങ് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല, ഞങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിച്ചു കൊള്ളാം. ഇത്യുപമന്ത്രിതോ ഭർത്ര സർവജ്ഞേനാഭിമുഗ്ധവത് നിദേശം ശിരസാധായ ഉദ്ധവഃ പ്രത്യഭാഷത. ഇത്യുപമന്ത്രിതോ ഭർത്ര സർവജ്ഞേനാഭിമുഗ്ധവത് നിദേശം ശിരസാധായ ഉദ്ധവഃ പ്രത്യഭാഷത. അപ്പോ തന്റെ ഭർത്ത എന്ന് പറഞ്ഞാൽ സ്വാമിയാണ്, യജമാനൻ. അപ്പൊ ഭർത്ര സ്വാമിന ഇതി ഉപമന്ത്രിത, ഇപ്രകാരം ഉപമന്ത്രണം ചെയ്യപ്പെട്ടവൻ, മന്ത്രിക്കപ്പെട്ടവൻ, ആലോചന ചോദിച്ചവൻ ആരാണ് ഈ ഭഗവാൻ ഭർത്താവ്? സർവജ്ഞേനാഭി, സർവജ്ഞനായിട്ടും. ഏതുപോലെ ചോദിച്ചു? മുഗ്ധവത്, ഒരു മുഗ്ധൻ അഥവാ മൂഢനെ പോലെ. കാര്യം അതിനെ വിചാരം ചെയ്യാൻ കഴിവില്ലാതെ ആലോചനയിൽ മുഴുകി ഉത്തരം കിട്ടാതെ മൂഢനായിരിക്കുന്നവനെ പോലെ ഭഗവാൻ അഭിനയിച്ചുകൊണ്ട് സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ മൂഢനെ പോലെ തന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നിദേശം ശിരസാധായ, ഭഗവാന്റെ കൽപ്പനയെ ശിരസ്സുകൊണ്ട് സ്വീകരിച്ച് ഉദ്ധവഃ പ്രത്യഭാഷത, ഉദ്ധവൻ മറുപടി പറഞ്ഞു എന്നാണ്. അപ്പൊ ഇനി ഉദ്ധവന്റെ മറുപടി അടുത്ത അധ്യായത്തിലേ കാണുന്നുള്ളൂ. നമുക്കിവിടെ ഉപസംഹരിക്കാം. ഹരി ഓമിതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഭഗവദ്യാന വിചാരേ സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. അപ്പോൾ ഉദ്ധവന്റെ ഉത്തരം നാളെ നോക്കാം. 2, 3, 4, 5 ഒക്കെ രാവിലെ പ്രോഗ്രാമുകളുണ്ട്. നാളെ 1-ാം തീയതി ഒന്നും ഏറ്റിട്ടില്ല. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം രാമായണം. ഹരി ഓം.